പ്രണയിക്കുന്നവർ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് സഫലമാകുന്ന ഒരു ടണലുണ്ട് ഉക്രൈനിൽ. മരങ്ങളുടെ പച്ചപ്പിനാൽ ചുറ്റപ്പെട്ട് ഒരു തുരങ്കം പോലെയുള്ള ഈ ഒരു പാത ടണൽ ഓഫ് ലവ് എന്നാണ് അറിയപ്പെടുന്നത്. തുരങ്കത്തിലൂടെ നടക്കുമ്പോൾ പ്രണയിക്കുന്നവർ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അവരുടെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ അത് സഫലമാകുമെന്നാണ് പ്രാദേശിക വിശ്വാസം. ഉക്രൈനിലെ ക്ലബാനിലെ പ്രണയത്തിന്റെ ടണൽ യഥാർത്ഥവും അതിശയകരവുമായ ഒരു പ്രകൃതിദത്തമായ ആകർഷണമാണ്. ഒരു വ്യാവസായിക റെയിൽവേയുടെ ഭാഗമാണിത്. മരങ്ങളുടെ മേലാപ്പ് കൊണ്ട് ചുറ്റപ്പെട്ട ഒരു തുരങ്കം പോലെയുള്ള ഈ പാത നാടോടിക്കഥയിലെ പോലുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. 3 മുതൽ 5 കിലോമീറ്റർ വരെ നീളുന്ന ഈ തുരങ്കം തീവണ്ടികൾ പോകുന്നത് വഴി രൂപപ്പെട്ടതാണ്. തീവണ്ടി പോകുമ്പോൾ സ്വാഭാവികമായും ട്രാക്കിലെ മരങ്ങളെ കട്ട് ചെയ്യുന്നു. ഇതൊരു തികഞ്ഞ പച്ച കമാനത്തിന് കാരണമാകുന്നു. പ്രത്യേകിച്ച് വസന്തകാലത്തും വേനൽക്കാലത്തും ഇത് ശ്രദ്ധേയമാണ്. ലോകത്തിലെ ഏറ്റവും റൊമാൻറ്റിക് സ്പോട്ടുകളിൽ ഒന്നെന്ന ഖ്യാതി കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് അതുല്യവും റൊമാൻറ്റിക് ലൊക്കേഷനുകളും തിരയുന്ന ഫോട്ടോഗ്രാഫർമാർക്കും വിനോദസഞ്ചാരികൾക്കും പ്രിയപ്പെട്ട സ്ഥലം കൂടിയാണ് ടണൽ ഓഫ് ലവ്. തുരങ്കത്തിന്റെ ഭംഗി, പ്രത്യേകിച്ച് വിവിധ സീസണുകളിൽ ഫോട്ടോ എടുക്കുമ്പോൾ ആഗോള ശ്രദ്ധ ആകർഷിച്ചു. അങ്ങനെ പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായി ഈ ടണൽ മാറി. നിങ്ങളുടെ മൂഡ് ശരിയല്ലേ? അല്ലെങ്കിൽ ശരിയാക്കാൻ സഹായിക്കുന്ന ഒരു ബ്രെയിൻ ഇംപ്ലാന്റ് ഉണ്ട്. വിഷാദം, OCD, അപസ്മാരം തുടങ്ങിയ അവസ്ഥകൾ കൺട്രോൾ ചെയ്യാനും ഇതുകൊണ്ട് സാധിക്കും. മസ്തിഷ്ക പ്രവർത്തനം മാറ്റുന്നതിനും മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും അൾട്രാസൗണ്ട് ഉപയോഗിക്കുന്ന ബ്രെയിൻ ഇംപ്ലാന്റ് പരിശോധിക്കുന്നതിനായി NHS 6.5 ദശലക്ഷം മുടക്കി ട്രയൽ ആരംഭിക്കുന്നു. ഫോറസ്റ്റ് ന്യൂറോടെക് വികസിപ്പിച്ചെടുത്ത ഈ ഉപകരണം തലയോട്ടിക്ക് താഴെയും തലച്ചോറിന് പുറത്തുമാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. വിഷാദം, OCD, ആസക്തി, അപസ്മാരം തുടങ്ങിയ അവസ്ഥകളെ ചികിത്സിക്കാൻ സഹായിക്കുന്ന ന്യൂറോണുകളെ ഇത് ലക്ഷ്യമിടുന്നു. ഏകദേശം 30 രോഗികളിൽ ഈ നോൺ ഇൻവേസീവ് ടെക്നിക്കിന്റെ സുരക്ഷയും സഹിഷ്ണുതയും വിലയിരുത്താൻ ട്രയൽ ലക്ഷ്യമിടുന്നു. തകരാറിലായ മസ്തിഷ്ക പ്രവർത്തന രീതികൾ പുനഃസന്തുലനം ചെയ്യുന്നതിലൂടെ വിവിധ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ചികിത്സകളിൽ വിപ്ലവം സൃഷ്ടിക്കാനുള്ള കഴിവും ഈ സാങ്കേതിക വിദ്യയ്ക്കുണ്ട്. UK-യുടെ അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഇൻവെൻഷൻ ഏജൻസി ട്രയലിന് ധനസഹായം നൽകുന്ന നൂതന ന്യൂറോ ടെക്നോളജികൾ പര്യവേക്ഷണം ചെയ്യാനുള്ള വിപുലമായ ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ സംരംഭം. വിജയകരമാണെങ്കിൽ നിലവിലുള്ള ചികിത്സകളോട് പലപ്പോഴും പ്രതിരോധശേഷിയുള്ള അവസ്ഥകൾക്കുള്ള പുതിയ ചികിത്സകൾക്ക് ഇത് വഴിയൊരുക്കും. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. ബിൽറ്റ് ഇൻ ക്യാമറകൾ ഘടിപ്പിച്ച എയർപോഡുകൾ വികസിപ്പിക്കാൻ ഒരുങ്ങി ആപ്പിൾ. 2027 ഇത് പുറത്തിറങ്ങുമെന്നാണ് സൂചന. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഓഗ്മെന്റഡ് റിയാലിറ്റിയും എല്ലാ ഡിവൈസിലേക്കും സംയോജിപ്പിക്കുന്ന തന്ത്രത്തിന്റെ ഭാഗമായാണ് സംരംഭം. 2027 പുറത്തിറങ്ങാൻ സാധ്യതയുള്ള ബിൽറ്റ് ഇൻ ക്യാമറകൾ ഘടിപ്പിച്ച എയർപോഡുകൾ അവതരിപ്പിക്കുകയാണ് ആപ്പിൾ. വിഷ്വൽ ഇന്റലിജൻസ്, സ്പെഷ്യൽ ഓഡിയോ തുടങ്ങിയ ഫീച്ചറുകൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഓഗ്മെന്റഡ് റിയാലിറ്റിയും എല്ലാ ഡിവൈസിലേക്കും സംയോജിപ്പിക്കാനാണ് നീക്കം. iPhone 16 ലൈനപ്പിൽ അവതരിപ്പിച്ച ക്യാമറ കൺട്രോൾ ഫീച്ചർ പോലുള്ള ആപ്പിളിന്റെ നിലവിലുള്ള സാങ്കേതിക വിദ്യകളുമായി ചേർന്ന് വരാനിരിക്കുന്ന എയർപോഡുകൾ പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചിത്രങ്ങൾ പകർത്തുന്നതിലൂടെ അവരുടെ ചുറ്റുപാടുകളെക്കുറിച്ചുള്ള സന്ദർഭോചിതമായ വിവരങ്ങൾ സ്വീകരിക്കാൻ ഈ സവിശേഷത ഉപയോക്താക്കളെ അനുവദിക്കുന്നു. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്.